Hello, very good morning to all my dear students. മാനേജറിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പേര് പോലെ തന്നെ മാനേജീരിയൽ ഇക്കണോമിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് മാത്രമല്ല, ആ എക്കണോമിക്സിനെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റാണ് ഇത്. നമ്മൾ ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഡെപ്തിലേക്ക് വരും ക്ലാസ്സുകളിലേക്ക് അങ്ങനെ പോകാം. നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രിഡ്ജ് കോഴ്സിൽ എന്താണോ നമ്മൾ ഉൾക്കൊണ്ടിരുന്നത് അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് മനസ്സിലാക്കാമെന്നുള്ളതാണ്. നോക്കാം. എക്കണോമിക്സ് എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ള ആൻഷ്യൻ്റ് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഒയ്ക്കണോമിയ എന്നുള്ള വേർഡിൽ നിന്നാണ്. അപ്പോൾ ദ വേർഡ് എക്കണോമിക്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി ആൻഷ്യൻ്റ് ഗ്രീക്ക് വേർഡ് ഒയ്ക്കണോമിയ. ഒയ്ക്കണോമിയ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം മീൻസ് മാനേജിങ് എ ഹൗസ് ഹോൾഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. മാനേജിങ് എ ഹൗസ് ഹോൾഡ്, ഒരു കുടുംബം അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ കുടുംബം കൈകാര്യം ചെയ്യുക വിത്ത് ലിമിറ്റഡ് റിസോഴ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. ഗ്രീക്ക് വേർഡാണ് ഒയ്ക്കണോമിയ. ഒയ്ക്കണോമിയ എന്നിങ്ങനെ പറഞ്ഞ് ദാറ്റ് മീൻസ് ഇതിലേക്ക് എത്തി ഇക്കണോമിക്സ് എന്നുള്ള വാക്കിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഈ ഒരു ചിന്ത ആദ്യമായിട്ട് നൽകിയിട്ടുള്ള പ്ലാറ്റോ ആണ്. ഡിഫൈൻഡ് ഇൻ ഹിസ് ബുക്ക് റിപ്പബ്ലിക് എന്നുള്ള പുസ്തകത്തിലാണ് അദ്ദേഹം അത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. പ്ലാറ്റോ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഫിലോസഫറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾക്കിടയിൽ എന്തുണ്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്കണോമിക്സ് എന്നുള്ള ഇതെന്താണ്, ഇറ്റ്സ് എ സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. എന്തുകൊണ്ടാണ് സോഷ്യലുമാണ്, അത് സയൻസും കൂടിയാണ്. വെറും സാധാരണ നമ്മൾ പറയുന്നത് ബയോളജി ഈസ് എ സയൻസ്, അതൊരു സയൻസാണ്, ശാസ്ത്രീയമായിട്ട് തെളിയിക്കുകയാണ്, കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷേ എക്കണോമിക്സ് എന്നുള്ളത് എന്താണ്, ഇറ്റ്സ് എ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. ഇറ്റ് ഈസ് കോൾഡ് സോഷ്യൽ ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് മാൻ കൈൻഡ് ഓഫ് സൊസൈറ്റി. ഇറ്റ് ഡീൽസ് വിത്ത് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് എന്തുവാണ് ഡീൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സിമ്പിളാണ്. കാരണം എന്താണ്, നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മനുഷ്യൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എക്കണോമിക്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ മാൻ ഈസ് എ സോഷ്യൽ, അല്ലെ, മനുഷ്യൻ എന്ന് പറയുന്നത് സോഷ്യലുമായിട്ട് ബന്ധപ്പെട്ടാണ്, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ദ ഫസ്റ്റ് ഫാക്ടറാണ് എന്ത്, മാൻ എന്നുള്ളത്, മനുഷ്യൻ എന്നുള്ളത്. സോ മനുഷ്യൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഡിമാൻഡ്, ഒരു സാധനത്തോട് മനുഷ്യനുണ്ടാകുന്ന ആഗ്രഹം, ഡിമാൻഡ്, അല്ലേ. ഇപ്പം ഞാൻ കടയിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സാധനം, ഒരു പ്രത്യേക സാധനം കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം വരുന്നുണ്ട്, ഇതൊന്ന് വാങ്ങിയാൽ തിരക്കടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡിമാൻഡാണ് ആ സാധനത്തെ നമുക്ക് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് എന്നുള്ള ഫാക്ടർ നോക്കണം. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വില്ലിങ്നെസ് ടു പേ, എനിക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടായി, അല്ലേ, വില്ലിങ്നെസ് ടു പേ. ആൻഡ് എബിലിറ്റി ടു പർച്ചേസ്, ഞാൻ പർച്ചേസ് ചെയ്യാൻ എനിക്ക് കഴിവുണ്ട്, അല്ലേ, കാര്യങ്ങളൊക്കെ വേണം. പറയാം, ഡെപ്തായിട്ട് പറയാം. നമുക്ക് കയ്യിൽ പൈസയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതിന് കടക്കാരനോട് പൈസ ചോദിച്ചു, 350 രൂപ അതിന് വിലയുണ്ട്. എൻ്റെ കയ്യിൽ 500 രൂപ ഉണ്ട്, ഞാൻ 500 രൂപ കൊടുത്തു സാധനം വാങ്ങി, ബാക്കി 350 എടുത്ത് ബാക്കി എനിക്ക് പൈസ കിട്ടി, ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലേക്ക് എത്തി. അപ്പോൾ ഇത് വാങ്ങുവാനുണ്ടായിട്ടുള്ള എനിക്കുണ്ടായിട്ടുള്ളൊരു ആഗ്രഹം, ആ പൈസ, കാര്യങ്ങൾ, ഇതൊക്കെയാണ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വാങ്ങുന്നതിന് എന്ന് പറയും, ഡിമാൻഡ് എന്ന പേരിൽ പറയും. ഈ കടക്കാരന് പറയുന്നു, അല്ലേ, ഈ സാധനം ഞാൻ നിനക്ക് തരാം, അത് സപ്ലൈ നൽകാം, നിനക്ക് തരാം എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാണ് സപ്ലൈ. അവിടെ സപ്ലൈ എന്നുള്ള വാക്ക് വരുന്നു. ഇത് നമ്മൾ നിത്യം ജീവിതത്തിൽ പോയ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തർക്കിക്കുന്നതാണ്, അല്ലേ. ഈ സാധനത്തിന് 500 രൂപ, ഒരു 150 രൂപേൻ്റെ സാധനം വില കുറയുന്ന സമയത്ത് നമ്മൾ 75 രൂപ ഉള്ളൂ, എന്നാൽ കുറച്ച് അധികം എടുത്തോളൂ എന്ന് പറയുന്നു. കടക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഇത് വിൽക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കിയാൽ മതി, നേരെ ഓപ്പോസിറ്റ് ചിന്താഗതിക്കാരം. മനസ്സിലാവുണ്ടോ. ഞാൻ കൃഷി ചെയ്തു, നല്ല കൃഷി, വാഴ കൃഷി ചെയ്തു. ഇപ്പം നിങ്ങൾ വിളിച്ചാൽ മതി, നേന്ത്രവാഴക്കൊക്കെ വളരെ വില കുറഞ്ഞ, അല്ലേ. നേന്ത്രവാഴയുടെ കൃഷി കുറഞ്ഞ സമയത്ത് ഞാൻ ആഗ്രഹിക്കണം എന്തേലും, നേന്ത്രവാഴയുടെ വില എത്രയും പെട്ടെന്ന് കൂടണേ, എന്നാലേ എനിക്ക് എന്തേയുള്ളൂ ലാഭം കിട്ടുള്ളൂ, അല്ലേ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറയണത്. ഞാൻ ആ സാധനത്തിൻ്റെ വില കൂടാൻ വേണ്ടിയിട്ടേക്കാരം ആഗ്രഹിക്കുക. പക്ഷേ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളെ മനസ്സിലെന്തേക്കാരം, ഇതിൻ്റെ വില കുറയണേ എന്നായിക്കാരം, അല്ലേ. വില കുറഞ്ഞാലേ അയാൾക്ക് കൂടുതൽ വാങ്ങാലോ. മറ്റാൾ ആഗ്രഹം എന്തെങ്കിലും, വില കൂടിയാൽ എനിക്ക് നന്നായിട്ട് കൊടുക്കാം. നിങ്ങളൊക്കെ വീടുകളിൽ നോക്കിയാൽ മതി,
വിരുന്നുകാരൊക്കെ വരുന്ന അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ളവർക്ക് വരുന്ന സമയത്ത് തേങ്ങ ഇഷ്ടംപോലുള്ള വീടാണെങ്കിൽ തേങ്ങക്ക് ഭയങ്കര വിലയുള്ള സമയത്താണെങ്കിൽ തേങ്ങ നമ്മൾ വേറെ ആർക്കും കൊടുക്കില്ല, അത് വിറ്റുണ്ടായിരിക്കും. എപ്പോൾ തേങ്ങ നമ്മൾ തീയം വന്ന് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ തേങ്ങ എന്ത് ചെയ്യും, കടയിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കുന്നു. കാരണം എന്താണ്, തേങ്ങക്ക് നല്ല വിലയുള്ള സമയമാണ്, പിന്നെ ആർക്കും കൊടുക്കില്ല. തേങ്ങക്ക് വളരെ വില ഇല്ലാത്ത തുച്ഛമായ വിലയുള്ള സമയത്താണെങ്കിൽ എല്ലാവർക്കും കൊണ്ടുപോയിക്കോളി, ഏതായാലും വില ഇല്ല, കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയമുണ്ടാവും. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റാണ്. ഡിമാൻഡും സപ്ലൈയുടെയും സ്വഭാവം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇത് നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കോൾഡ് സോഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ്സ് കോൾഡ് സയൻസ് സിൻസ് ഇറ്റ് സ്റ്റഡീസ് സോഷ്യൽ പ്രോബ്ലംസ് ഫ്രം എ സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂ. എന്നാൽ അത് സയൻസ് കൂടിയാണ്. എങ്ങനെയാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കണക്കാക്കണം, ദേശീയ വരുമാനം കണക്കാക്കണം, പെർ കാപ്പിറ്റ ഇൻകം കണക്കാക്കണം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP കണക്കാക്കണം. ഇതൊരു സുമാർ കണക്കെടുത്തിട്ട് ഏകദേശം ഇത്ര ആയിരിക്കും എന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത്. എക്സാക്ട്ലി ദിസ് ഈസ് ദി GDP, എക്സാക്ട്ലി ദിസ് ഈസ് ദി പെർ കാപ്പിറ്റ ഇൻകം, എക്സാക്ട്ലി ദിസ് ഈസ് ദി നാഷണൽ ഇൻകം. ഹൗ ദേ കാൽക്കുലേറ്റഡ് ഇസ് ദാറ്റ് ദേ ഹാവ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. ഫസ്റ്റ് ദേ ടേക്കൺ ദിസ് എമൗണ്ട്, ദെൻ ദേ ടേക്കൺ ദിസ് എമൗണ്ട്, ദെൻ ദേ റിഡ്യൂസ് ദിസ് എമൗണ്ട്. ഓരോ എമൗണ്ടുകൾ എടുത്ത് അതിന് ഇത് കുറച്ച് അത് കഴിച്ച് ഇങ്ങനെ ഒരു സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് വി ക്യാൻ സയൻറ്റിഫിക്കലി പ്രൂവൺ ദിസ് ഈസ് നാഷണൽ ഇൻകം ത്രൂ ദിസ് വേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കണക്കാക്കിയത്, ഇതാണ് അതിൻ്റെ വഴി എന്ന് പറയാൻ പറ്റുന്നു. അപ്പോൾ എന്താണ്, സയൻസ് കൂടിയാണ്. അതുകൊണ്ടാണ് എക്കണോമിക്സ് എന്താണ്, ഒരു സോഷ്യൽ സയൻസ് ആണെന്ന് പറയുന്നത്. സൊസൈറ്റിക്കും സയൻസിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് എന്താണ്, എക്കണോമിക്സ് ഇസ് എ സോഷ്യൽ സയൻസ് ആണ്. ദെൻ ഡെഫിനിഷൻസ് നോക്കാം. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. 4 ഡെഫിനിഷനുകളാണ് പ്രധാനമായിട്ടുള്ളത്. 4 ഡെഫിനിഷൻസ് ഒന്ന് പരിശോധിക്കാം. വെൽത്ത് ഡെഫിനിഷൻ എന്താണ്? വെൽത്ത് ഡെഫിനിഷൻ ഈസ് ഡിഫൈൻഡ് ബൈ ദി ആദം സ്മിത്ത്. ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇക്കണോമിക്സ്. അദ്ദേഹമാണ് എക്കണോമിക്സിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഹിസ് ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ 1776 പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണിത്, ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസ് ഓഫ് wealth of nation. According to him, it is the study of wealth, how wealth is produced and distributed. He is considered only, economics is the only study of wealth. No other factors they are considered. It is only considered wealth only. വെൽത്തിന് മാത്രമായിരുന്നു ഇത് പ്രാധാന്യം കൊടുത്തിരുന്നത്, വേറെ ഒന്നിനും എന്തില്ല പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ദിസ് ഡെഫിനിഷൻ ഈസ് ക്രിറ്റിസൈസ്ഡ് ഇൻ ഫോളോയിങ് റീസൺ. ഈ ഡെഫിനിഷൻ എന്ത് ചെയ്തു, ക്രിറ്റിസൈസ് ചെയ്തു. എന്തുകൊണ്ടാണ്? ഇറ്റ് ഗിവ്സ് ടു മച്ച് എംഫസൈസ് ഓൺ വെൽത്ത്. വെൽത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ദേ ഗിവ് നോ കൺസിഡറേഷൻ ഫോർ ഹ്യൂമൻ ഫീലിങ്സ്. ദേ ആർ നോ മെൻഷൻഡ് ഫോർ മാൻസ് വെൽഫെയർ. മനുഷ്യൻ്റെ വെൽഫെയറിനെ കുറിച്ചോ മനുഷ്യൻ്റെ ഫീലിങ്ങിനെ കുറിച്ചോ ഒന്നുമില്ല, യാതൊരു പരാമർശവും ഇല്ല. ഒരു പണം മാത്രമേ എന്നുള്ള ചിന്ത ഉള്ളൂ, വേറൊന്നുമില്ല. ഇറ്റ് ഈസ് സൈലൻറ്റ് അബൌട്ട് ഇക്കണോമിക് പ്രോബ്ലംസ്. എക്കണോമിക്സിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളോ അതിനെക്കുറിച്ചൊന്നും എന്തില്ല അവർ പറയുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്തു, വെൽത്ത് ഡെഫിനിഷൻ എന്ത് ചെയ്തു, ക്രിറ്റിസൈസ് ചെയ്തു. 1776 കേട്ടോ ഈ ഡെഫിനിഷൻ വരുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷൻ ആയിരുന്നു വെൽഫെയർ ഡെഫിനിഷൻ. ആൽഫ്രഡ് മാർഷലാണ് അത് പ്രൊപ്പോണ്ട് ചെയ്തത്. പ്രൊപ്പോണ്ട് ബൈ ദി ആൽഫ്രഡ് മാർഷൽ. ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്നുള്ള പുസ്തകത്തിലാണ്. 1890s എന്ത് ഈ പുസ്തകം 1890കളിലാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, എക്കണോമിക്സ് ഈസ് on the one side it is a study of the wealth, and the other and more important side a part of the study of man. Marshall gave primary importance to man and secondary importance to wealth. മാർഷലിൻ്റെ സമയമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, മനുഷ്യനാണ് പ്രധാനം, മനുഷ്യനില്ലാതെ പൈസ ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, മനുഷ്യൻ്റെ വെൽഫെയറിന് പ്രധാനമാണ്, മനുഷ്യൻ എന്നുള്ളത് നിലനിൽപ്പാണ് പ്രധാനം. ബാക്കി ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ കൊറോണ ഉള്ള സമയത്ത് മനുഷ്യന്മാരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീടിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലേ, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചുകൊണ്ട്. ഒരാളും കട തുറക്കാനോ ഒരാൾ ജോലിക്ക് പോകാനോ ഒന്നും തയ്യാറായില്ല. എന്താ അവരൊക്കെ പറഞ്ഞത്, എന്താണ് വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ പറഞ്ഞത്, ഇത് പണം വീണ്ടും ഉണ്ടാക്കാം, പക്ഷെ മനുഷ്യൻ നമ്മൾ ജീവിച്ചിരിക്കാതെ പണം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. സോ മാൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ വെൽത്ത്. മനുഷ്യനാണ് പ്രധാനം, എന്തിനേക്കാളുപരി പണത്തേക്കാളുപരി മനുഷ്യൻ്റെ വെൽഫെയർ, മാൻ വെൽഫെയർ ആണ് ഇമ്പോർട്ടൻറ്റ്. മാർഷലിൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു. അതാണ് വെൽഫെയർ ഡെഫിനിഷൻ.
നെക്സ്റ്റ് ആയിരുന്നു സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദി ലയണൽ റോബിൻസ്. ഫോർമുലേറ്റ് ചെയ്താണ് ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരായിരുന്നു. 1932 ബുക്ക് ഇറങ്ങിയത്. അക്കോർഡിംഗ് ടു ഹിം, എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സസ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ്? എക്കണോമിക്സ് എന്നുള്ളത് സയൻസാണ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ്റെ ബിഹേവിയർ പഠിക്കുന്നു. ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് വിച്ച് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ്സ്. എൻസ് സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ആഗ്രഹത്തെയും റിസോഴ്സുകളും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പഠിക്കുകയാണ്. അത് രണ്ടും എന്തുണ്ട്? ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അൺലിമിറ്റഡ് വാൺസ് ഇൻ ഹിസ് ഡെഫിനിഷൻ എൻഡ്സ് എന്നുള്ളതാണ്. അൺലിമിറ്റഡ് വാൺസ് എന്നാണ് എൻഡാണ്. എൻഡാണ് അൺലിമിറ്റഡ് വാൺസ്. റെഫേഴ്സ് ടു ഹ്യൂമൻ വാൺസ് വിച്ച് ആർ ബൗണ്ട്ലെസ് ഓർ അൺലിമിറ്റഡ്. മനുഷ്യന് മരിക്കുന്നത് വരെ ആഗ്രഹങ്ങളേക്കാരം, മനുഷ്യൻ്റെ മരണത്തിൻ്റെ അവസാന സ്റ്റേജ് വരെ എന്നേക്കാരം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. സ്കേഴ്സിറ്റി ഓഫ് മീൻസ് ലിമിറ്റഡ് റിസോഴ്സുകളാണ്. ദ റിസോഴ്സ് ടൈം ആൻഡ് മണി. റിസോഴ്സുകൾ എന്താണ്? ടൈം ആൻഡ് മണിയാണ് അത് മെയിനായിട്ടുള്ള റിസോഴ്സുകൾ. അറ്റ് ദ ഡിസ്പോസൽ ഓഫ് എ പേഴ്സൺ സാറ്റിസ്ഫൈ ഹിസ് വാൺസ് ആർ അൺലിമിറ്റഡ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഇതിൻ്റെ നമ്മുടെ ലിമിറ്റഡ് ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പോൾ എന്താണ്? നമ്മളെ വാൺസിനെ പൂർത്തീകരിക്കാനുള്ള റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിക്കാരം. ആൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് സ്കേഴ്സ് മീൻസ് എക്കണോമിക്സ് റിസോഴ്സസ് നോട്ട് ഓൺലി സ്കേഴ്സ് ബട്ട് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. സോ വൺ ഹാസ് ടു മേക്ക് ചോയ്സ് ഓഫ് യൂസസ്. ഒരാൾക്ക് എന്ത് ചെയ്യണം? ഒരാൾക്ക് ചോയ്സ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മളൊക്കെ മുന്നിലേക്ക് 2 വഴികളുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഏതാണോ, ഏറ്റവും ഉപകാരമുള്ളത് ഏതാണോ അത് നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത് ആൾട്ടർനേറ്റീവ് യൂസിൽ. എന്താണ്? ദ ഇക്കണോമിക് പ്രോബ്ലം ഈസ് when wants are unlimited, means are scarce and have alternative uses. The economic problem arises. Hence, we need to arrange wants in the order of urgency. അവിടെയാണ് പ്രശ്നം വരുന്നത്. നമുക്ക് ആഗ്രഹങ്ങൾ, ഒരുപാട് ആഗ്രഹമുണ്ട്. മുന്നിലുള്ള വിഭവം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വിഭവം മാത്രമേ ഉള്ളൂ. ഈ സമയത്താണ് പ്രശ്നം വരെ ഏത് എടുക്കണം. അങ്ങനത്തെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? അവർ പറയുന്നത് വാൺസും അൺലിമിറ്റഡ് ഈ റിസോഴ്സസ് ഇതാകുമ്പോൾ ചോയ്സ് എന്നുള്ള പ്രശ്നം ഏതെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അർജൻസിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അർജൻറ്റ് ഏതാണോ ആ അർജൻറ്റുള്ള കാര്യം ആദ്യം ചെയ്യുന്നു. അർജൻസിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നു. ഇതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. നാലാമത്തെ ഗ്രോത്ത് ഡെഫിനിഷനാണ്. പ്രൊഫസർ സാമുവൽസൺ. ബേസ്ഡ് ഓൺ ഗ്രോത്ത് ആസ്പെക്ട്സ്. എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ആൻഡ് സൊസൈറ്റി എൻഡ് അപ്പ് ചൂസിങ് വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ദാറ്റ് കുഡ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസ് to produce various commodities and distribute them for consumption now or in the future. അവിടെയാണ് പ്രധാനം കേട്ടോ. now or in the future. ഭാവിയെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. ഇപ്പം നേരത്തെ പറഞ്ഞ ഡെഫിനിഷനൊന്നും ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഗ്രോത്തിനെ കൂടി അല്ലെങ്കിൽ ഭാവിയെ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്രോത്ത് വരാൻ പോകുന്നുണ്ട്, വളർച്ചയുണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. ആ ഫ്യൂച്ചറിനെ കൂടി എന്താണ് കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. among various persons or groups in society, economic analysis the cost and the benefits for ഇംപ്രൂവിങ് പാറ്റേൺസ് ഓഫ് റിസോഴ്സ് യൂസ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യണം? വി ഷുഡ് ഹാവ് കൺസിഡേർഡ് അവർ ഫ്യൂച്ചറിനെ കൂടി എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രോത്ത് ഡെഫിനിഷൻ. ഓക്കെ, നമ്മൾ തൽക്കാലം ഈ ക്ലാസ് നിർത്താം. നിർത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? ക്ലാസ് നിർത്താം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെഫിനിഷൻ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് ഏതൊക്കെയാണെന്നുള്ളത്. മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, മാക്രോ എക്കണോമിക്സ് ഉണ്ട്. എക്കണോമിക്സ് 2 ബ്രാഞ്ചുകളുള്ളത്, മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള യൂണിറ്റുകളെ കുറിച്ച് പഠനമാണ് മൈക്രോ എന്ന് പറഞ്ഞാൽ. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് ആയിട്ടുള്ള പഠനം. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ക്ലാസ്സിലുള്ള 60 കുട്ടികൾ അല്ലെങ്കിൽ 80 കുട്ടികളെ കുറിച്ച് മൊത്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതെന്താണ്? മാക്രോ എക്കണോമിക്സ് ആയിരിക്കണം. എന്നാൽ അതിൽ നിന്നുള്ള ഓരോ കുട്ടിയെയും എടുത്ത് കൊണ്ടുപോയി പഠിക്കുകയാണെങ്കിൽ അതെന്താണ്? മൈക്രോ എക്കണോമിക്സ്. ഇങ്ങനെ ഓരോ ആസ്പെക്ട്സ് നോക്കി. കോളേജിലുള്ള മൊത്തം കുട്ടികളെ കുറിച്ചും പഠിക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കുട്ടികളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് മാക്രോ ആയിക്കണം. പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് മൈക്രോ ആയിരിക്കും. ഒരു കോളേജിൻ്റെ ആസ്പെക്ട്സിലാണെങ്കിൽ. ഒരു പഞ്ചായത്തിലുള്ള മൊത്തം മെമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് മാക്രോ ആയിക്കണം. പക്ഷേ പഞ്ചായത്തിലുള്ള ഒരു വാർഡിലുള്ള മെമ്പർമാരെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ ആയിട്ട് മാറുന്നു. ഒരു കേരളത്തിൽ സംസ്ഥാനത്തുള്ള മൊത്തം ആളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് മാക്രോ ആക്കും. പക്ഷേ കേരള സംസ്ഥാനത്ത് എന്തേക്കാരം അത് ഒരു ജില്ലയെക്കുറിച്ച് മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ ആയിട്ട് മാറുന്നു. ഈ നോക്കാം, ഒരു ഇന്ത്യ ഒട്ടാകെ പഠിക്കുകയാണെങ്കിൽ അത് മാക്രോ ആയിക്കാരം. പക്ഷേ ഇന്ത്യയിൽ നിന്ന് കേരളം എന്നുള്ള സംസ്ഥാനം മാത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റിൽ അത് മൈക്രോ ആയിക്കാരം. ഇങ്ങനെയൊക്കെയാണ് നമ്മളെന്ത് ചെയ്യുക? മാക്രോയും മൈക്രോയും വേർതിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാക്രോ എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് സ്റ്റഡിയാണ്. മൊത്തം നമ്മുടെ ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ ആ പോപ്പുലേഷൻ്റെ ടോട്ടലായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് മാക്രോ ആയിക്കാരം. പക്ഷേ പോപ്പുലേഷനിലുള്ള ഓരോ യൂണിറ്റുകളെ കുറിച്ചും പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ ആയിട്ട് മാറുന്നു.
കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. മൈക്രോ എക്കണോമിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തുള്ള മൈക്രോസ് എന്നുള്ളതാണ്, ഗ്രീക്ക് വേർഡാണ്. അതിനർത്ഥം സ്മാൾ, ചെറുത് എന്നുള്ളതാണ്. ഇത് ഡീൽ വിത്ത് ഡെസിഷൻ മേക്കിംഗ് ഓഫ് എ സിംഗിൾ എക്കണോമിക് യൂണിറ്റ്. അതാണ് ഇത് ഡീൽസ് വിത്ത് ഡെസിഷൻ മേക്കിംഗ് ഓഫ് എ സിംഗിൾ എക്കണോമിക് യൂണിറ്റ്. സിംഗിൾ എക്കണോമിക് യൂണിറ്റിനെ കുറിച്ചുള്ള പഠനമാണ്. സച്ച് ആസ് പ്രൊഡ്യൂസർ ഓർ കൺസ്യൂമർ കൺസ്യൂമർ എന്നുള്ളതാണ്. ഇറ്റ് ആൾസോ നോൺ ആസ് പ്രൈസ് തിയറി ഓർ തിയറി ഓഫ് എ ഫേം. എന്തായിട്ട് അറിയപ്പെടുന്നു? ഇത് തിയറി ഓഫ് ഫ്രെയിം അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്ന പേരിൽ അറിയപ്പെടും. മാക്രോ എക്കണോമിക്സ് ആകുമ്പോൾ ഡിറൈവ്ഡ് ഗ്രീക്ക് വേർഡാണ്. മാക്രോസ് എന്നുള്ളതിൽ നിന്നാണ് വന്നത്. ലാർജ് സ്റ്റഡി എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇത് സ്റ്റഡി ഓഫ് എൻ്റയർ എക്കോണമി മൊത്തത്തിലുള്ള കുറിച്ച് പഠനമാണ്. എ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഡിഫറൻസും നോക്കാം. സ്റ്റഡീസ് എന്ന ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റുകളാണ് മൈക്രോയിൽ പഠിക്കുന്നത്. മറ്റേ മാക്രോ എക്കണോമിക്സിലെ അഗ്രഗേറ്റ് എക്കണോമിക്സ് യൂണിറ്റ്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡീൽസ് എന്നത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദി ഇൻഡിവിജ്വൽ മാർക്കറ്റ് ആണെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് ജനറൽ പ്രൈസ് ലെവൽ, മൊത്തത്തിലുള്ള പ്രൈസ് ലെവൽ, നാഷണൽ ഔട്ട്പുട്ട് ഇൻ ദി കൺട്രി. അതായി കാരണം ഫോക്കസ് എന്ന പ്രൈസ് ആണെങ്കിൽ ഇൻകത്തെ ഫോക്കസ് ചെയ്യുന്നു. എയിംസ് എന്താണ്? എഫിഷ്യൻറ്റ് അലോക്കേഷൻ ആൻഡ് യൂസ് ഓഫ് റിസോഴ്സ് ആണെങ്കിൽ ഫുള്ളർ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു യൂട്യൂബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അത് എന്ത് ചെയ്യണം, നിങ്ങൾ അത് ബെല്ലൈക്കൺ വെക്കണം. എന്നാലേ നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സുകളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.